ഓക്കെയാണ്. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അധികം വൈകാതെ നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് കടക്കാം. കുറച്ചധികം ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജനറൽ ടോപ്പിക്കിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് സിലബസിൽ എന്തൊക്കെ ടോപ്പിക്കാണ് ഉള്ളത്, സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയും. ആ പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ജനറൽ പേപ്പറിന്റെ ആ ഒരു ടോപ്പിക്കുകൾ ആരംഭിക്കുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ സാധാരണ എല്ലാ ജനറൽ PSC പരീക്ഷകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ടോപ്പിക്കിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് PSCയുടെ ഒരു സ്വഭാവം അറിയാം. ഇവിടെ നിന്ന് മാറി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തന്നെ പോകണം. അപ്പൊ ഈ പറയുന്ന സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ അണ്ടറില് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് വരുന്നത് പ്രിയാമ്പിൾ ആണ്, അതായത് നമ്മുടെ ആമുഖമാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ടോപ്പിക്കുകളുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യം നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ DPSP എന്ന് പറയുന്ന ഭാഗമാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ്, ഇത്രയും ഭാഗമാണ് നമ്മുടെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആദ്യം പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ. പിന്നെ വരുന്നത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നുള്ള നമ്മുടെ ആ ഒരു തരംതിരിവ്. അത് മാത്രമല്ല യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ഈ പറയുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇത് മൂന്നും തന്നെ യൂണിയനിലും സ്റ്റേറ്റിലും എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഈ പറയുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലെജിസ്ലേച്ചറുകൾ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിലുകൾ, പിന്നെ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അതായത് യൂണിയൻ സർവീസുകൾ, UPSCയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, പിന്നെ സ്റ്റേറ്റ് സർവീസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളില് സ്റ്റേറ്റ്മെന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഫാക്റ്റുകളെ കൺസെപ്റ്റ് ആക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങള് ഇപ്പൊ PSCക്ക് വളരെയധികം കൂടുതലാണ്, അല്ലെ? അപ്പൊ എമർജൻസി എന്താണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനെ ഒന്നിൽ കൂടുതൽ ടോപ്പിക്കുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അമെന്റ്മെന്റ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അമെന്റ്മെന്റുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് അതോറിറ്റീസ്, അതായത് ഇലക്ഷൻ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് UPSC, അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് PSC, ഇൻഫർമേഷൻ കമ്മീഷൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ പൊളിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കി പോവാം, അല്ലെ? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പറയും ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കണം എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൺസെപ്ഷൻ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ് എമർജൻസി എന്നും ഞാൻ പറഞ്ഞു, അല്ലെ? അപ്പൊ ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് കനോട്ട് ബി സസ്പെൻഡഡ് ഈവൻ ഡ്യൂറിങ് എമർജൻസി? എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന സമയത്ത് ഓരോരോ റൈറ്റുകൾ എടുക്കുന്നു. നമ്മുടെ ആർട്ടിക്കിൾ 14 മുതലാണ് നമുക്ക് ആരംഭിക്കുന്നത്, അല്ലെ? 12 മുതലുണ്ട്, പക്ഷെ അതിനകത്ത് തന്നെ ആർട്ടിക്കിൾ 14 മുതൽ ഇക്വലിറ്റി എന്നുള്ളൊരു ഭാഗം മുതലാണ് നമുക്ക് പല പല ഫണ്ടമെന്റൽ റൈറ്റുകളും ഓരോ ആർട്ടിക്കിളിന്റെ അണ്ടറിൽ ആരംഭിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ
തന്നെ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആർട്ടിക്കിളുകൾ ഉണ്ട്. നമുക്ക് എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥയാണ് അല്ലെ. നമ്മുടെ രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ എന്തെങ്കിലുമൊക്കെ സന്തുലിതമായിട്ടുള്ള ഒരു നടത്തിപ്പിനോ എന്തെങ്കിലും ഒരു കോട്ടം തട്ടുന്ന സമയത്ത് യൂണിയൻ ഗവൺമെന്റ് പറയും നമ്മുടെ രാജ്യത്ത് ഇതാ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ പലതരത്തിലുള്ള റേറ്റുകൾ, ഫണ്ടമെന്റൽ റേറ്റുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റേറ്റ് പ്രകാരം നമുക്ക് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടാനുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ. ഇതെല്ലാം തന്നെ കുറച്ചു കാലത്തേക്ക് രാഷ്ട്ര സുരക്ഷയെ കരുതി സസ്പെൻഡ് ചെയ്യും. പക്ഷെ ഇങ്ങനെ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും, എമർജൻസി വന്നു കഴിഞ്ഞാലും സസ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ചോദ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എമർജൻസി എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ് വരിക? ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. ഇതിന്റെ ഉത്തരം വരുന്നത് ബിയും സിയുമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതായത് ആർട്ടിക്കിൾ 20, 21 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എമർജൻസി വന്നു കഴിഞ്ഞാലും എടുത്തു മാറ്റാത്ത രണ്ട് അവകാശങ്ങളാണ്, രണ്ട് ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ആർട്ടിക്കിൾ 20ഉം 21 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണ്? സ്വാതന്ത്ര്യമാണ്, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 19 വരുന്നത്. ആർട്ടിക്കിൾ 20ഉം 21ഉം നമുക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. ഇത് രണ്ടും എന്ത് വന്നു കഴിഞ്ഞാലും, എമർജൻസി വന്നു കഴിഞ്ഞാലും എടുത്തു മാറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, കറക്റ്റ് ആണ്. ഇതിനകത്ത് കണ്ടില്ലേ, ആർട്ടിക്കിൾ 20, 21 കണ്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 21 എന്ന് നമുക്ക് ഓർമ്മ വരും. ഇവിടെ 20ഉം 21ഉം ഉണ്ട്. അപ്പൊ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് ഓപ്ഷൻ നന്നായിട്ട് നോക്കിയ ശേഷം മാത്രം ഉത്തരത്തിലേക്ക് കടക്കുക. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ആർട്ടിക്കിൾ 23 ക്ലോസ് 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കറക്റ്റ്? ഇവിടെ ആർട്ടിക്കിൾ 23 എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എന്താണ് വരുന്നത്? ഇതും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. എന്താണ് ഈ ആർട്ടിക്കിൾ 23 നമുക്ക് തരുന്ന അവകാശം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ ഫോഴ്സ്ഡ് ലേബർ. അതായത് മനുഷ്യക്കടത്ത്, അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടുള്ള, ശമ്പളം ഇല്ലാണ്ട് ഈ ജോലി ചെയ്യണമെന്നുള്ള നിർബന്ധിതമായിട്ടുള്ള തൊഴിലെടുപ്പിക്കൽ, ഇതാണോ ഉള്ളത്? അടുത്ത കാര്യം, ഡീൽസ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഫാക്ടറികളിൽ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള, അതിനെതിരെയുള്ള സംരക്ഷണം, ഇതാണോ? അടുത്തത്, ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതായത് നമ്മുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. എന്തായാലും ഓപ്ഷൻ സി ഇതല്ല എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ഇവിടെ ABC എന്ന് തന്നിട്ടുണ്ട്. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ABC എന്ന് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ എടുത്തിട്ടാണ് ഇവിടെ ഓപ്ഷൻ ആക്കി കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്കിത് കാണുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ സിയും ഈ ബിയും ഒക്കെ കുത്താനായിട്ട് നമുക്കൊരു ടെൻഡൻസി വരും അല്ലെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ. ഇവിടെ ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ, പരീക്ഷ എഴുതുമ്പോൾ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൂടെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, അതായത് എ ആണ് കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്, ഇതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23 നമുക്ക് തരുന്നത്. നമ്മുടെ ലൈഫിനും പേഴ്സണൽ ലിബർട്ടിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 20, 21 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ല. പിന്നെ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയുള്ളത് ആർട്ടിക്കിൾ 24 ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ആ മുകളിലത്തെ ABC സ്മോൾ ലെറ്റർ കാണുമ്പോഴത്തേക്കിനും നമുക്ക് എ എന്ന് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അതുകൊണ്ട് തന്നെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആർട്ടിക്കിൾ 55 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കറക്റ്റ്? ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും ഒരു ഫാക്ട് തന്ന് ആ ഫാക്ടിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ സംഭവവും അറിയുമെങ്കിൽ പോലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ടത്.
അതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്ഷനുകൾ ഒന്ന് നോക്കി. ഇറ്റ് ഡീൽസ് വിത്ത് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 55 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ എന്ന് തന്നിട്ടുണ്ട്. യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഇറ്റ് ഡീൽസ് വിത്ത് ദ മാനർ ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു രീതി, ആ ഒരു എന്താ പറയാ, പ്രൊപ്പോഷണൽ ആയിട്ടാണ് ആ വോട്ടുകൾ കണക്കാക്കുക അല്ലെ, ആ രീതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണോ, ഇതിലേതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇതിന്റെ ഉത്തരം എന്താണ്? യെസ്, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇത് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവണേ? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ആർട്ടിക്കിൾ 55 കാണുമ്പോൾ തന്നെ നമുക്ക് പ്രസിഡന്റ് എന്ന് ഓർമ്മ വരും, അത്യാവശ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ബാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് നമ്മൾ കണ്ടു. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ അവിടെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ, യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാ? അത് പ്രസിഡന്റ് ആണ്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് വരും? കൺഫ്യൂഷൻ വരും. ആർട്ടിക്കിൾ 55 അപ്പൊ കൃത്യമായിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാനർ ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഏത് രീതിയിലാണ് ആ പ്രപ്പോർഷൻ വരുന്നത്, ഓരോ വോട്ടുകളുടെയും വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി ആ ഒരു ചോദ്യം എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. ഇപ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ അധികം കൺസെപ്റ്റുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും USSRൽ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് റഷ്യയിൽ നിന്ന്, USA നിന്ന്, പിന്നെന്താണ്, ബ്രിട്ടൻ, നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടനിൽ നിന്ന്, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് പുറപ്പെടുവിച്ചിരുന്ന ഒരു ലോ ഉണ്ട്, 1935 ലോ എന്ന് പറയുന്നത്. ഈ മൂന്നിനെയും, ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? കടമെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ പല രാജ്യങ്ങളും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് കടമെടുത്തിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നുമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എവിടെ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് എന്നാണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടല്ലോ. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പൗരനും അവകാശപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം റൈറ്റുകളാണ്. ഇത് എപ്പോഴെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു, അറിയാതെ മൈക്ക് ഓൺ ആയതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാനും കോടതിയുടെ പക്കൽ നിന്നും നമ്മുടെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റുകളെ തിരിച്ചു നേടിത്തരാനുമുള്ള അവകാശം നമുക്ക് ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കോടതിയെ സമീപിച്ച് അത് നേടിയെടുക്കാനായിട്ട് പറ്റും, മൗലിക അവകാശങ്ങൾ. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് വരുന്ന ഓരോരോ അവകാശങ്ങളും ഓരോരോ കടമകളും എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നിയമം വെച്ചിട്ട് തന്നെ നടപ്പിലാക്കണം. ഉദാഹരണത്തിന് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ഈക്വലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഈ പറയുന്ന കാര്യം നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വരണം, ഇന്ന കാര്യത്തിൽ ഈക്വൽ ആയിട്ട് വരണം, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന തരത്തിലുള്ള നിയമങ്ങള് നമ്മുടെ ലെജിസ്ലേച്ചറിൽ ഇരുന്ന് മന്ത്രിമാരും MLA മാരും അവിടെ യൂണിയനിലാണെങ്കിൽ MP മാരും ഒക്കെ തന്നെ ഇരുന്നിട്ട് ഇത് ബില്ലാക്കി നിയമമാക്കി പാസ്സാക്കണം. ഇങ്ങനെ അവര് പാസ്സാക്കുന്ന നിയമങ്ങൾ ഇവിടെ എത്തി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കൺസെന്റ് വാങ്ങുന്നതോടെയാണ് ബില്ല് നിയമമാകുന്നത്. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു നിയമം വരികയാണ്, നിങ്ങൾക്ക് ഇന്ന പ്രദേശങ്ങളിലൊക്കെ നമുക്ക് പോയിട്ട് ഒരു മൈക്ക് കെട്ടിയിട്ട് നമുക്ക് അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നൊരു നിയമം വരികയാണെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ 19 പോയില്ലേ? അല്ലെങ്കിൽ ഇന്ന ആളുകൾക്കൊന്നും, ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കൊന്നും സർക്കാർ ജോലി കൊടുക്കരുത് എന്നൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മുടെ ആർട്ടിക്കിൾ 16 പോയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെതിരെയാണ് ഈ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ, കോടതിക്ക് ഈ നിയമത്തെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനും ഈ നിയമത്തെ
നൾ ആൻഡ് വോയിഡ് ആക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രൊവിഷനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായല്ലോ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേച്ചർ യൂണിയനിലാണെങ്കിലും സ്റ്റേറ്റുകളിലാണെങ്കിലും ഇരുന്ന് നിയമം ഉണ്ടാക്കുന്നു. ഈ നിയമങ്ങൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിക്ക് അപ്പൊ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ നിയമത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, നള്ളിഫൈ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന ആ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നും കടമെടുത്തു എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്ഷൻ സി ആണ്. USA നിന്നുമാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ 86th അമെന്റ്മെന്റ് ആക്ട് 2002? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉള്ളത് പോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡ്യൂട്ടികളുണ്ട്. ഇത് പിന്നീടുള്ള ഒരു അമെന്റ്മെന്റിലൂടെ, 42ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മുഴുവനും തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യകാലത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 10 ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 2002 86ാമത്തെ അമെന്റ്മെന്റ് മൂലം 11ാമത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രം നമുക്ക് പ്രദാനം ചെയ്യുന്ന അവകാശങ്ങളാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കോടതിയുടെ അടുത്ത് പോയിട്ട് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് പോയി, എനിക്കത് തിരിച്ചു വേണം എന്ന് പറയാം. കോടതിക്ക് അതിനെതിരെ വിധി പ്രസ്താവിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ് നേടിയെടുക്കാം. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആരെങ്കിലും പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കോടതിയിൽ പോയിട്ട് നിയമപരമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്നാൽ പോലും ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ പൗരനും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന 86ാമത് അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ ബേസിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള എല്ലാം തന്നെ പലതരം ഫണ്ടമെന്റൽ ഡ്യൂട്ടികളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കാര്യം സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, റിഫോം, ഇതെല്ലാം വളർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അടുത്തത് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, അതായത് നമ്മുടെ രാഷ്ട്രത്തിലുള്ള നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകൾ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തത് പബ്ലിക് പ്രോപ്പർട്ടിയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അടുത്തത് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ഏജ് ഓഫ് 6 and 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി പലരും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? ഇപ്പൊ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നത്? DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം നമുക്ക് നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് അളക്കാൻ വേണ്ടി ഒരു അളവ് പോലുണ്ട് എന്ന് വിചാരിക്കുക. അതാണ് DPSP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇതൊരു ക്ഷേമരാഷ്ട്രമായിരിക്കും എന്നുള്ള ഒരു ഡയറക്ഷൻ നൽകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് DPSP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പോസിറ്റീവ് as they direct the state to certain things, while DPSP are negative as they prohibit the state from doing certain things. എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം? ഫണ്ടമെന്റൽ റൈറ്റുകളൊക്കെ പോസിറ്റീവ് ആണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് DPSP എന്ന് പറയുന്നത് ചിലതൊക്കെ നെഗറ്റീവ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അരുത് എന്ന് പറയുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇത് നേരെ തിരിച്ചിട്ടാണ്. ശ്രദ്ധിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ, നമുക്ക് റൈറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കരുത്. ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അരുതെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് ആലോചിച്ച് വെക്കുക. അതായത് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റിലുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റുകൾ ചിലത് എന്താണ്? നെഗറ്റീവ് ആണ്. അതേസമയം DPSP എന്താണ്? പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. നമ്മുടെ സ്റ്റേറ്റിനെ ഡയറക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. DPSP ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ പോയേ.
അടുത്തയിലേക്ക് വരികയാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എയിം ടു എസ്റ്റാബ്ലിഷ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി വൈൽ DPSP എയിം ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഉത്തരം അറിയാം. സോഷ്യോ എക്കണോമിക് ഡെമോക്രസി അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രത്തിന് ഒരു ക്ഷേമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത്. അത് DPSPയുടേതല്ലേ. നമുക്ക് ക്ഷേമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് DPSP ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കുക, അതായത് നമ്മുടെ നിയമത്തിലൂടെ എല്ലാ ആളുകൾക്കും ഡെമോക്രസി പ്രകാരം അവകാശങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്യുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുമല്ല നമ്മുടെ ഉത്തരം. അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ എൻഫോഴ്സബിൾ ബൈ കോർട്ട് DPSP ആർ നോട്ട്. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ ആണ്. അതായത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ കോടതിയിൽ പോയിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ DPSP ഇവിടെ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. നിയമപരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല DPSP എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. അടുത്തത്, ഫണ്ടമെന്റൽ റൈറ്റ് റിക്വയർ സ്പെഷ്യൽ ലെജിസ്ലേച്ചർ ഫോർ ഇംപ്ലിമെന്റേഷൻ വൈൽ DPSP ആർ സെൽഫ് എക്സിക്യൂഷണറി. ഇതും നേരെ തിരിച്ചാണ്. DPSP ഇവിടെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിയമം ഉപയോഗിച്ച് നടപ്പിലാക്കണം എന്നാണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചപ്പോൾ തന്നെ അത് ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും അത് ലഭിക്കും. ഇനി നിയമം ഒന്നും പാസ്സാക്കേണ്ട ആവശ്യമില്ല. ഒരു നിയമം ഇല്ല എന്ന് കരുതിയിട്ട് ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി എനിക്ക് കിട്ടിയില്ല കാരണം അതിന് നിയമമില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആർട്ടിക്കിൾ 14 നമുക്ക് സമത്വം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമത്വം ഉണ്ട്. ഓക്കെ, അപ്പൊ അതും നേരെ തിരിച്ചിട്ടാണ്. ഇവിടെ നിന്നും ഉത്തരത്തിലേക്ക് എത്തുക എന്നതിലുപരി കുറെ അധികം കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേച്ചർ ആണ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ ഒരു കുടക്കീഴിൽ ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ സിലബസ്. അതായത് നമ്മുടെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൽ ക്ഷേമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണോ ചെയ്യണതെന്ന് നമുക്ക് അറിയണ്ടേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കീഴിൽ എന്ത് വരും? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന കാര്യം വരും. അടുത്തത്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചൈൽഡ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ചൂഷണങ്ങളെ ചെറുക്കുന്നതിനുള്ള കാര്യങ്ങള്. ഫുഡ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം, അതുപോലെ എൻവയോൺമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. ഇതുകൂടാതെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകള് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസ്, അതേപോലെ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ. ഇതൊക്കെ സോഷ്യൽ വെൽഫെയറിന്റെ കീഴിൽ വരുന്ന പ്രോഗ്രാമുകളും ലെജിസ്ലേഷനുകളും നിയമങ്ങളുമാണ്. ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്? കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന് നിന്ന് ജനറലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് കൺട്രി വാസ് ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ടു ഇംപ്ലിമെന്റ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പൗരന്മാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെ സർക്കാരിന്റെ കയ്യിൽ നിന്നോ സർക്കാരിന്റെ ഫണ്ടിങ് ഉപയോഗിച്ച് നടത്തുന്ന ഏതെങ്കിലും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും പൗരന് വിവരം കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന വിവരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചലാൻ അടച്ച് നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പൗരൻ എന്ത് കിട്ടും? നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത്. ഇതെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സർക്കാരും നമ്മുടെ പൗരന്മാരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു അകലം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നിയമമാണിത് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വെബിനാറിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. നമ്മുടെ സിലബസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ വന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, ഏതൊക്കെ കാര്യങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷനിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ നിയമത്തിന്റെ കീഴിലുണ്ട് അല്ലെ. ഈ ഒരു നിയമം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. സ്ഥിരമായിട്ട് ജനറൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, സ്വീഡൻ ആണ്. എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, ഇത് സ്വീഡൻ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം വിമൻ ആൻഡ് ചൈൽഡിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതായത് സ്ത്രീകളുടെ ഗാർഹിക പീഡനത്തിനെതിരെയുള്ള ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന നിയമം 2005 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. ഇതിനകത്ത്
ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചിട്ടുണ്ട് ആ നിയമത്തിനകത്ത്. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് അതൊക്കെ പഠിപ്പിക്കും. അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അത് ആ ഡൊമസ്റ്റിക് വയലൻസിനകത്ത് ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ ചോദ്യം വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫിസിക്കൽ ഹാം മാത്രമാണോ? അടുത്തത് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹാം ആണോ? അടുത്തത് ഹരാസ്മെന്റ് ഫോർ ഡൗറി ആണോ? സ്ത്രീധനത്തെ ചൊല്ലിയിട്ടുള്ള കാര്യം മാത്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം. അടുത്തത് ഓൾ ഓഫ് ദ എബോവ് തന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗാർഹിക പീഡനം എന്ന് കേട്ടാൽ തന്നെ ഒരാളെ ഫിസിക്കലി ഹാം ചെയ്യുന്നു, സ്ത്രീകളെ ഫിസിക്കലി ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കാര്യം തന്നെ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ നിയമത്തിനകത്ത് 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിനകത്ത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള ഹാം, മെന്റൽ ആയിട്ടുള്ള ഹാം, ഫിസിക്കൽ ആയിട്ടുള്ള ഹാം, എല്ലാം തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഹാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോക്സോ ആക്ട്. വളരെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി ആയതുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ വാട്ട് ഈസ് ദ മിനിമം പെനാൽറ്റി ഫോർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ or touching their private parts under the POCSO Act if the child is under 16 years of age എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോക്സോ നിയമത്തിന്റെ കീഴിൽ ഒരു കുട്ടിയെ ലൈംഗികപരമായിട്ട് അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഉപദ്രവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറ്റത്തിന് നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ത്? കുട്ടിയുടെ വയസ്സ് 16 താഴെയാണെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്തൊക്കെ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് വിവരിച്ച് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പോക്സോ നിയമത്തിനകത്ത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമത്തിന് ഇരയായിട്ടുള്ള കുട്ടിയുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത്, അതേപോലെ കുട്ടിയെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുള്ള ചിത്രങ്ങളോ വിവരങ്ങളോ കുട്ടിയുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ സെക്ഷനിൽ പറയുകയും അതിനുള്ള ശിക്ഷകള് അതിനകത്ത് നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്ഷലി അബ്യൂസ് ചെയ്യുകയോ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുകയോ ചെയ്താൽ കൊടുക്കുന്ന മിനിമം ശിക്ഷയാണ്. അപ്പൊ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും പോക്സോന്റെ കീഴിൽ കുട്ടികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഈ കുറ്റകൃത്യത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തെ ഇംപ്രിസൺമെന്റ് ആണ്. പക്ഷെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് 16 വയസ്സ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഉത്തരം എന്താവുന്നു? ഓപ്ഷൻ ബി 20 വർഷത്തെയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഏറ്റവും കുറഞ്ഞ പെനാൽറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടിയത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഇതിന്റെ ഈ പറയുന്ന പ്രൊവിഷന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊവിഷൻസ് നമുക്കുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാം തന്നെ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ടോപ്പിക്കാണ്. പോക്സോ ജസ്റ്റ് ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് കേരളത്തിന്റെ നവോത്ഥാനം, അതേപോലെ കേരളത്തിലെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ. ഇതിന്റെ കീഴില് വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ള ടോപ്പിക്കിന്റെ കീഴിൽ വരുന്ന സബായിട്ടുള്ള ഒരു ഭാഗമാണ് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ഫാക്റ്റും അല്ലെങ്കിൽ കേരളത്തിന്റെ കുറെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡേറ്റ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ ആയിട്ടുള്ള PSC പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യം ചോദിക്കുന്ന പഠിച്ച് പഴകിയ ഒരു ഭാഗമല്ല ഇത്. ഇത് നമ്മൾ മാക്സിമം ഡാറ്റ അവിടെ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരളത്തിന് ഇന്നത്തെ ഈ ഒരു സാക്ഷരത വരാനായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മിഷനറിമാരുടെ ആദ്യകാലത്തെ കുറെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കാര്യം അവരുടെ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടത്തെ ആളുകളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊളനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യമെങ്കിലും മിഷനറി മൂവ്മെന്റുകൾ കേരളത്തില് എഡ്യൂക്കേഷന് വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്
കേരളത്തിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ എഡ്യൂക്കേഷണലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്ഥാപനം, അതേപോലെ ഫാക്ടറീസ്, പ്രിന്റിംഗ് പ്രസ്സുകള്, CMS പ്രസ്, ഇതിന്റെയൊക്കെ തന്നെ സ്ഥാപനം. ഇതൊക്കെയാണ് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ നമുക്ക് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്കപ്പോ കടക്കാം. ആദ്യത്തെ ചോദ്യമാണ്, എഡ്വേർഡ് ബ്രിണ്ണൻ, an English philanthropist, established the first informal education center in which location. അതായത് കേരളത്തിലെ ആദ്യത്തെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ സെന്റർ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയുണ്ടായി. ആരാണ് സ്ഥാപിച്ചത്? എഡ്വേർഡ് ബ്രണ്ണൻ ആണ് സ്ഥാപിച്ചത്. അത് എവിടെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷൻ സി തലശ്ശേരിയിലേക്ക് വരുന്നുണ്ട്. കാരണം ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്ന കോളേജാണ്, കോളേജിന്റെ ആദ്യകാല രൂപമാണ് എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്തു പോയ ഭാഗമാണ്. ഇത് ഇത്ര ഉള്ളൂ. ഓപ്ഷൻ സി ആണത്. തലശ്ശേരിയിലാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തേക്ക് പോവാണ്. The first English school in Kerala, St. Francis Church LP School, was established in which location? കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആയിട്ടുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ച് LP സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷൻ ബിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്, ഫോർട്ട് കൊച്ചിയാണ് ഉത്തരം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അതായത് നേരത്തെ നമ്മൾ കണ്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ചോദ്യങ്ങളോ ഒക്കെ പോലെ കൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ലോജിക്ക് വെച്ച് ഒന്നും ഉത്തരം എഴുതാൻ പറ്റില്ല. ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഈ ഫാക്ട്, സ്ഥലം നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിക്കും. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നമ്മൾ ഫാക്ച്വൽ ആയിരിക്കും ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ മിക്കവാറും, അല്ലെങ്കിൽ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോഴും ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. ഇതിന്റെ ഉത്തരം അപ്പൊ എന്താണ്? ഫോർട്ട് കൊച്ചിയാണ്. ഓക്കെ, അടുത്തത്, ഹൂ ഫൗണ്ടഡ് ദ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കോഴിക്കോട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. JM ഫ്രീറ്റ്സ് ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. അറിയെങ്കിൽ മാത്രം ഉത്തരത്തിലേക്ക് പോവാം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സിയും ഡിയും കട്ട് ചെയ്ത് കളയാം. അപ്പോഴും നമ്മൾ എയിലും ബിയിലും കുടുങ്ങും. അതുകൊണ്ട് ഉത്തരം അറിയെങ്കിൽ മാത്രം നമുക്ക് കറുപ്പിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, BM ആണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള സ്കൂളുകളാണെങ്കിലും മിഷണറി മൂവ്മെന്റുകളുടെ ആദ്യകാല പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ മതത്തെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ കുറച്ചുകൂടെ സിവിലൈസ് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് കോളനൈസ് ചെയ്യാൻ. ഭരിക്കപ്പെടണമെങ്കിൽ നമുക്ക് അവര് പറയുന്ന നിയമങ്ങളും പ്രൊവിഷൻസ് ഒക്കെ മനസ്സിലാകണമല്ലേ. അതൊക്കെയായിരുന്നു അവരുടെ ആദ്യകാല ലക്ഷ്യമെങ്കിലും പിന്നീട് ഈ വിദ്യാഭ്യാസം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഭയങ്കരമായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ട് അല്ലെ. നമുക്കറിയാം, അയ്യങ്കാളിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ പഠിക്കും. പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് വലിയ എതിർപ്പുകളൊക്കെ നേരിടുന്നുണ്ട് അല്ലെ, നമ്മുടെ ടോപ്പിക്കിലുണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ജാതിഭേദമന്യേ പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലോവർ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിയിലുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് JM ഫ്രീറ്റ്സ് ആണ്. അടുത്തതും ഇതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രിന്റിംഗ് പ്രസ് എന്നൊരു സംഭവം നമ്മുടെ സിലബസിൽ എടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. CMS പ്രസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചോദ്യമാണ്, ദ CMS പ്രസ് പ്രിന്റഡ് ദ കംപ്ലീറ്റ് മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ഇൻ വിച്ച് ഇയർ? ബൈബിളിന്റെ കംപ്ലീറ്റ് മലയാളം ട്രാൻസ്ലേഷൻ CMS പ്രസ്സിൽ അച്ചടിക്കുകയുണ്ടായി. അത് ഏത് വർഷമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അന്നത്തെ ലിറ്റററി പ്രസ്ഥാനങ്ങളില്, അല്ലെങ്കിൽ നമ്മുടെ വായനയില്, നമ്മുടെ സാക്ഷരതയില് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ അച്ചടി ഇത്ര പ്രചരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫാക്ടുകളൊക്കെ നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 1842. യെസ്, ഈ ഉത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട് ജുമായ. ഓക്കെ, അപ്പോ അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. യെസ്, അപ്പൊ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എഫേർട്ട് ടു റിഫോം ദ സൊസൈറ്റി എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്.
ഇവിടെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റുകളാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് എന്ന് മാത്രം നമ്മുടെ സിലബസിൽ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ കടല് പോലെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇവിടെ നമ്മുടെ സിലബസിൽ കുറച്ച് പേരെ അല്ലെങ്കിൽ കുറച്ച് പ്രസ്ഥാനങ്ങളെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കടല് പോലെ പഠിച്ചില്ലെങ്കിലും ഈ പറയുന്നതെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ദൈവം സഹായിച്ച സിലബസിൽ കൃത്യമായിട്ട് നമുക്ക് ഇത് എടുത്തു തന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന ഭാഗം, NSS സർവീസ് സൊസൈറ്റി NSS, പിന്നെ യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാല സമുദായ പരിഷ്കാരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സഹോദര പ്രസ്ഥാനം, ഇത്രയും നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടുകളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഉത്തരം അറിയുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫാക്ടുകളും റിലേറ്റഡ് ഫാക്ട് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്ത് തന്നെ പോവാട്ടോ. പറയുന്ന സമയത്ത് കവർ ആവും. യെസ്, അപ്പൊ ചോദ്യം ഇതാണ്: ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഈസി ചോദ്യമാണ്. നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു സംഗതിയാണിത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP എപ്പോൾ സ്ഥാപിതമായി എന്നുള്ളത് സിമ്പിൾ ചോദ്യമാണ്. എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP എന്ന് പറയുന്നത്? അപ്പൊ അന്ന് കാലത്ത് ജാതിപരമായിട്ട് വളരെയധികം വേർതിരിവിൽ അനുഭവിച്ചിരുന്ന കുറേയധികം വിഭാഗങ്ങൾ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ വളരെയധികം അഡ്രസ് ചെയ്തിട്ടുള്ള കുറെ സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവോടുകൂടി ഡോക്ടർ പത്മകുമാരൻ ആശാൻ, ശ്രീനാരായണ ഗുരു ഇവരൊക്കെ തന്നെ ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് സ്ഥാപിതമാകുന്നത്? 1903. കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി വന്നിട്ടുണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, 1903. ഇവിടെ മനസ്സിലാക്കുക, ഇതിന്റെ ഒരു മുഖപത്രം പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് ലിറ്റററി ഇതിലും, അതേപോലെ തന്നെ പത്രത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ പഠിക്കുന്നുണ്ട്, ഇവിടെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് SNDP എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ ടോപ്പിക്ക് വരുന്നതുകൊണ്ട് ഇമ്പോർട്ടന്റ് എത്ര മാത്രമാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇതുപോലെയുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കാം. അടുത്ത ചോദ്യമാണ്: വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് നോൺ ബൈ ദ എപ്പിഫെറ്റ് ഗുരുക്കന്മാരുടെ ഗുരു ആൻഡ് വാസ് ദ ഫസ്റ്റ് ടു ഓർഗനൈസ് പന്തി ഭോജനം ഇൻവോൾവിംഗ് ബോത്ത് സവർണാസ് ആൻഡ് അവർണാസ്? എന്താ ചോദ്യം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു കുരുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ ഫാക്ട് ആ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട്. വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള കൂൾ മൈൻഡ് ആയിരിക്കില്ല നമുക്ക്. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നോ രണ്ടോ കാര്യം നോക്കിയിട്ട് നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫാക്ടുകൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ചോദ്യത്തിനകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ അടിവരെ അങ്ങെടുത്ത് വെക്കുക. ഇവിടെ നമ്മൾ കണ്ടു ഗുരുക്കന്മാരുടെ ഗുരു എന്ന് കണ്ടു, പന്തി ഭോജനം എന്ന് കണ്ടു. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ ഒന്നെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. യെസ്, അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ആരാണ്? തൈക്കാടയ്യാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിളിക്കുന്നത്? നമ്മളിപ്പോ പഠിക്കുന്ന പല സാമൂഹിക പരിഷ്കർത്താക്കളും, ചട്ടമ്പി സ്വാമി, അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു, ഇങ്ങനെയുള്ള പല ആളുകളെയും പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് തൈക്കാടയ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യമാണ് പന്തി ഭോജനം എന്ന് പറയുന്നത്. പന്തി ഭോജനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പന്തി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, പ്രീതി ഭോജനം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അന്ന് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒന്നിച്ചിരുന്ന് ഉണ്ണാനുള്ള അറിയാം അങ്ങനെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അന്ന് കേരളം എന്ന് പറയുന്നത്. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കാര്യമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തില് അവർണരായ ആളുകളെയും സവർണരായ ആളുകളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഭോജനം കൊടുക്കുക അല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് എന്ന് പറയുന്ന ഒരു സംഭവം നടപ്പിലാക്കുക എന്നുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് പന്തി ഭോജനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടത്തിയത് തൈക്കാടയ്യയാണ്. ഓക്കെ,
പിന്നീട് വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനം ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ തൈക്കാടയ്യ നടത്തുന്നത് പന്തി ഭോജനമാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി, ദ ഫൗണ്ടർ ഓഫ് ആനന്ദ മതം? അപ്പോ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഇദ്ദേഹം ആലത്തൂർ സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിന്റെ പേരാണ് ആനന്ദമതം എന്ന് പറയുന്നത്. ഒരു സംഘടന എന്നോ ഒരു ദർശനം എന്നോ ഒക്കെ പറയാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് സ്വർഗവും നരകവും എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്, ഒരു മാർഗമാണ് ആനന്ദമതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതിയാണ് ഇവിടെ പറയുന്നത്. യെസ്, ആനന്ദമതം എന്ന് പറയുന്നത് അത് ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇറ്റ് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച ആനന്ദമതത്തിന്റെ ഒരു ദർശനം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശരിക്കുമുള്ള പേരെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ഇതിന്റെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, കാരാട്ട് ഗോവിന്ദ മേനോനാണ്. എസ് ബി ആൻസർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഭാഗങ്ങള്, ഈ സംഘടനകള് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കള്, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഫാക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇവരുടെ ഒരു ജീവിതത്തെ കുറിച്ച് ഒരു കഥ പോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിലുള്ള മാർഗമാണ് കോഡ് വെച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തി പോകുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വരെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സാമൂഹിക പരിഷ്കർത്താക്കളെയും അവരുടെ സംഘടനകളെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് താഴെ തന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. വാഗ്ബടാനന്ദൻ വാസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം എന്ന് തന്നിട്ടുണ്ട്. ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? വാഗ്ബടാനന്ദനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നായർ സർവീസ് സൊസൈറ്റി NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പെരുന്നയിലാണ് എന്ന് കണ്ടിട്ടുണ്ട്. അടുത്തത്, അയ്യങ്കാളി വാസ് ഫേമസ്ലി കോൾഡ് കിങ് ഓഫ് പുലയാസ്, പുലയരാജ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ശരി? ഒന്ന് മാത്രമാണോ? രണ്ടും മൂന്നും ആണോ? എല്ലാം ശരിയാണോ? ഒന്ന് മൂന്നുമാണോ ശരി? എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? എസ്, സി കമന്റ് ചെയ്യുന്നുണ്ട്, ബി കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കിന് എന്താ വരുന്നത്? ഒന്നും രണ്ടും മൂന്നും ശരിയാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഓക്കെ, അത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. കണ്ടില്ലേ, ഫാക്ടിനെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നായർ സർവീസ് സൊസൈറ്റി NSSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് NSS ആരംഭിക്കുന്നത്. മന്നത്ത് പത്മനാഭനാണ് അത് ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്തത്, പുലയരാജ എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയാണ് എന്നുള്ളതാണ്. നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് എളുപ്പം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അയ്യങ്കാളിയാണ് പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന്റെ സമയത്ത് അദ്ദേഹം അയ്യങ്കാളിയെ കണ്ടുമുട്ടുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് പുലയരാജ, കിങ് ഓഫ് പുലയാസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ചോദ്യം ക്ലിയർ ആയല്ലോ? യെസ്, പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയാണ് എന്നുള്ളത് അല്ലെ? യെസ്, കറക്റ്റ് ആണ്. അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ്. റിഫോം മൂവ്മെന്റ്സും ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട്. തൈക്കാടയ്യ, ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ആണ് തന്നിരിക്കുന്നത്. തൈക്കാടയ്യ വാസ് ദ വൺ ഹു ട്രെയിൻഡ് ചട്ടമ്പി സ്വാമികൾ ആൻഡ് ശ്രീനാരായണ ഗുരു ഇൻ ഹഠയോഗ. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ
ഹഠയോഗ വിദ്യ പഠിപ്പിച്ച വ്യക്തിയാണ് തൈക്കാടയ്യ എന്നാണ് തന്നിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സി കേശവൻ ഡെലിവേർഡ് ദ ഫേമസ് കോഴഞ്ചേരി സ്പീച്ച് അല്ലെങ്കിൽ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് പറഞ്ഞത് സി കേശവനാണ് എന്നാണ് തന്നിരിക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ നിവർത്തന അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1935 സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തി എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, സി കേശവനെയാണ് സിംഹള സിംഹം എന്ന് അറിയപ്പെടുന്നത് എന്ന് തന്നിട്ടുണ്ട്. സിംഹള സിംഹം കേട്ടോ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ പോന്നോട്ടെ. എന്താണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? യെസ്, ഇതിനകത്ത് ഓപ്ഷൻ എ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു തൈക്കാടയ്യ ഗുരുക്കന്മാരുടെ ഗുരുവാണ് എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ആളുകളുടെയൊക്കെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഒക്കെ ഗുരുവാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഹഠയോഗ വിദ്യ ഇവരെയൊക്കെ പഠിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യ തന്നെയാണ്. അടുത്തത്, സി കേശവൻ എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന് മിതവാദി പത്രം, പിന്നെ ഒന്ന് കോഴഞ്ചേരി പ്രസംഗം. ഇത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് സി കേശവൻ നടത്തിയിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം. വിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് 1935 സി കേശവൻ നടത്തിയ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. അടുത്തത്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സി കേശവനെയാണ് സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് എന്ന് തന്നിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ്. യെസ്, അപ്പൊ ഉത്തരം എന്താണ്? ആൻസർ ഡി ആണ് വരുന്നത്, സി അല്ല കേട്ടോ. സി കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കോഴഞ്ചേരി പ്രസംഗം സി കേശവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തെറ്റിക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണത്. യെസ്, അപ്പൊ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ടോപ്പിക്കിനകത്ത് വരുന്നത്, നമ്മൾ മൊത്തത്തിലുള്ള സോഷ്യൽ റിഫോമിനെ കുറിച്ച് വരുമ്പോൾ അതിന്റെ ബി സെക്ഷനിൽ വരുന്ന ഒരു ഭാഗമാണ് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മളിപ്പോ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു കണക്ഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്കലി ഉള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സോഷ്യലി നമുക്ക് ഉണ്ടാകുന്ന കുറെ അസമത്വങ്ങളുണ്ടല്ലോ, ഇതിനെതിരെയൊക്കെയുള്ള കൂട്ടായിട്ടുള്ള സമരങ്ങള്, പ്രക്ഷോഭങ്ങള്, ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നത്. PSC നമുക്ക് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് എന്നുള്ളത്. ആദ്യത്തേത് അപ്പർ ക്ലോത്ത് റിവോൾട്ട് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയുന്ന മാറുമറയ്ക്കൽ സമരമാണ്. അടുത്തത് ചാന്നാർ ലഹള, ചാന്നാർ അജിറ്റേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന സംഭവം. അടുത്തത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, കൂടംകുളം സത്യാഗ്രഹം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ മലയാളി മെമ്മോറിയല്, ഈഴവ മെമ്മോറിയല്, മലബാർ റിയോട്സ് അല്ലെങ്കിൽ മലബാർ ലഹള, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം, അത് കേരളത്തിലുള്ളതാണ് കൂടുതലും ചോദിക്കാട്ടോ. പിന്നെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നമ്മൾ പഠിക്കണേ എന്ന് PSC എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം സോഷ്യൽ റിഫോമേഴ്സും ഉണ്ട്. അപ്പൊ ഇതും നേരത്തെ നമ്മൾ പഠിച്ച അവരുടെ സംഘടനകളും ഇനി വരാൻ പോകുന്ന സോഷ്യൽ റിഫോമേഴ്സിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതും വളരെയധികം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ ഈ 3 ടോപ്പിക്കും കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് ഈ പറയുന്ന 3ൽ നിന്നും മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസോടെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. 20 മാർക്കാണ് നമ്മുടെ ജനറൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടണമെങ്കിൽ 1 മാർക്ക് പോലും നമുക്ക് കളയാനില്ല. അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫാക്ട് പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ നോക്കാം. ദ മലയാളി മെമ്മോറിയൽ വിച്ച് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് നോൺ നേറ്റീവ് ഒഫീഷ്യൽസ് ടു ഹൈ ഗവൺമെന്റ് പോസ്റ്റ് വാസ് സബ്മിറ്റഡ് ടു വിച്ച് ട്രാവൻകൂർ മഹാരാജ. എന്താ സംഭവം? ഈ ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ഒരു രീതിയിൽ ചോദിക്കായിരുന്നു. മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് ആർക്ക് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ. നമ്മുടെ തിരുവിതാംകൂറിലുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നോൺ നേറ്റീവ് ആയിട്ടുള്ള ആളുകളെ, തിരുവിതാംകൂറിലല്ലാതെ പുറമേ നിന്നുള്ള ആളുകളെ ഉയർന്ന സർക്കാർ പോസ്റ്റുകളിൽ നിയമിക്കുന്നതിനെതിരെ നടത്തിയ മലയാളി മെമ്മോറിയൽ ആർക്ക് സമർപ്പിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ കുരുക്കെന്താ?
പരീക്ഷയ്ക്ക് നമ്മളിത് കുത്തിയിരുന്ന് വായിക്കണേ, വായിച്ച് മനസ്സിലാക്കണം, നമ്മുടെ സമയമാണ് പോണത്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ അടിവരയിട്ട് പോവുക. ഇവിടെ മഹാരാജ നമ്മൾ കണ്ടു, മഹാരാജയാണ്, മലയാളി മെമ്മോറിയലാണ് കണ്ടത് എന്ന് മനസ്സിലാക്കി. എന്ന് വെച്ച് തീരെ മറ്റേത് വായിക്കരുത് എന്നല്ല, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് വായിക്കുക. ഒരു വട്ടമേ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പാടൂ. 3-4 വട്ടം വായിച്ച് അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കാനുള്ള സമയം നമുക്കില്ല. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? ചോദ്യം ഇത്രേ ഉള്ളൂ, മലയാളി മെമ്മോറിയൽ ഏത് രാജാവിന് സമർപ്പിച്ചു, അത്രേ ഉള്ളൂ സംഭവം. ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്? കമന്റുകൾ പോന്നോട്ടെ. യെസ്, ആരാണ്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത് അല്ലെ. മലയാളി മെമ്മോറിയൽ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള, സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ പരീക്ഷയ്ക്കാണെങ്കിലും ജനറൽ PSCക്ക് ആണെങ്കിലും ഒക്കെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒഴിവാക്കി കളയരുത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്താണ്? തിരുവിതാംകൂറിലുള്ള ആളുകളെ, അഭ്യസ്തവിദ്യരായിട്ടുള്ള തിരുവിതാംകൂറിലുള്ള ആളുകളെ തിരുവിതാംകൂറിലുള്ള സർക്കാർ ജോലികളിൽ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. ഇതിൽ നിന്നും എത്ര പേര് ഇതിൽ ഒപ്പുവെച്ചു, ആരിത് ഡ്രാഫ്റ്റ് ചെയ്തു, ആരാണ് ഇതിന് പ്രധാനമായിട്ട് നേതൃത്വം നൽകിയത്, ഇങ്ങനെയുള്ള കുറേ ഫാക്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആർക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് എല്ലാവരും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ, ശ്രീമൂലം തിരുനാളാണ്. യെസ്, അടുത്തത്, വിച്ച് ലീഡർ ഈസ് പോപ്പുലർലി നോൺ as വൈക്കം വീരർ, ഹീറോ ഓഫ് വൈക്കം ഫോർ ഹിസ് റോൾ ഇൻ വൈക്കം സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയില്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു അന്നത്തെ ജാതീയപരമായിട്ടുള്ള ഭയങ്കര വ്യത്യസ്തത ഉണ്ടായിരുന്ന ആ കേരളത്തിന്റെ ആ ഒരു ചരിത്രഗതിയില് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഭാഗമാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ വൈക്കം വീരം എന്നറിയപ്പെട്ട ലീഡർ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തില് താഴെ തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള എല്ലാവരും വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ്. വൈക്കം സത്യാഗ്രഹം എന്ത് എന്ന് നമ്മൾ വേഗമായിട്ട് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ വൈക്കം വീരൻ ആര് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1924 ആരംഭിക്കുന്നത്. നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഉണ്ട്. അപ്പോ 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1925 കൂടിയാണ് ഈ ഒരു സമരം അവസാനിക്കുന്നത്. ഈ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള നടവഴി താഴ്ന്ന ജാതിക്കാര് ഉപയോഗിക്കരുത് എന്ന് അന്നത്തെ സവർണരായിട്ടുള്ള വ്യക്തികൾ വിലക്കിയിരുന്നു. ഈ ഒരു സംഭവത്തിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ചലിക്കാൻ അല്ലെങ്കിൽ സഞ്ചാരത്തിനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോലും സമരം ചെയ്യുന്ന ഒരു പിന്നോക്കമായിട്ടുള്ളൊരു രീതിയായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇത്രയൊക്കെ നമ്മൾ ഉയർന്നു വരാനായിട്ട് കാരണമുള്ള ഒരു വിത്ത് പാകിയിട്ടുള്ള ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 ആരംഭിച്ചു. പ്രധാനമായിട്ടും KK എളപ്പനും TK മാധവനും ഒക്കെ തന്നെയും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാഗർകോവിലിൽ നിന്നും വൈക്കത്തേക്ക് കാൽനടയായിട്ട് ഒരു സംഘം വന്നു ചേരുന്നുണ്ട്. എന്നിട്ട് അവര് വൈക്കം സത്യാഗ്രഹത്തിന് വളരെയധികം പിന്തുണ നൽകുന്നുമുണ്ട്. ആ സംഘത്തെ നയിച്ച അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെ അത്രയധികം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ എന്നുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? ഹീറോ ഓഫ് വൈക്കം അല്ലെങ്കിൽ വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ സി എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് കിടക്കുകയാണ്. വിച്ച് ഫേമസ് കോട്ട് ഓർ സ്ലോഗൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് പുന്നപ്ര വയലാർ റിവോൾട്ട്? അപ്പൊ നമ്മൾ ഈ പറയുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് പുന്നപ്ര വയലാർ സമരം. ഇത് തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാൻ തിരുവിതാംകൂറിലെ ഏർപ്പെടുത്തിയിട്ടുള്ള കുറേയധികം പുതിയ പുതിയ നിയമങ്ങൾ, അദ്ദേഹത്തിന്റെ കുറെ തുക്ലക്ക് ഭരണ പരിഷ്കാരങ്ങള്, അതിനെ അന്നത്തെ ജനങ്ങള് എതിർക്കുകയും അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. ആ സമയത്ത് അവര് വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം എന്ത് എന്നാണ് ചോദിച്ചിരുന്നത്. യെസ്, ഉത്തരങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. ആണ് എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. എളുപ്പമുള്ളൊരു ചോദ്യമാണിത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതാണ് അന്നത്തെ അവര് ഉന്നയിച്ചിട്ടുള്ള ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. ഓക്കെ, പുന്നപ്ര വയലാർ റിവോൾട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വർഷവും
ദിവാനും അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചു പോകണം. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന സാമൂഹിക പ്രക്ഷോഭങ്ങൾ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ലോഗനുകൾ ഉണ്ടെങ്കിൽ അതും എന്ത് വേണം, നമ്മൾ പഠിച്ചു തന്നെ പോകണം കേട്ടോ. ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. അമേരിക്കൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ, അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ് അവർ മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിനകത്തല്ല ഓപ്ഷനുകളിലാണ് കറക്റ്റ് എന്ന് വന്നിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കുമ്പോൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ ഇൻകറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോ കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താവും ഓരോരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാലോ. ആദ്യത്തേത്, ദ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ വിളംബരം എന്ന് പറയുന്നത് വാസ് ഇഷ്യൂഡ് ബൈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചിട്ടുള്ള രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, മഹാത്മാഗാന്ധി ഡിസ്ക്രൈബ്ഡ് ദ പ്രൊക്ലമേഷൻ ആസ് ദ മോഡേൺ ഡേ മിറാക്കിൾ. മോഡേൺ ഡേ മിറാക്കിൾ അല്ലെങ്കിൽ ആധുനിക ലോകത്തെ ഒരു അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു ഗാന്ധിജി ഈ ഒരു സംഭവത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, 1936 നവംബർ 12 ആണ് ഈ വിളംബരം പ്രഖ്യാപിക്കുന്നത് എന്നും തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉത്തരങ്ങളിലേക്ക് പോരട്ടെ. ഉത്തരങ്ങൾ കമന്റ് ചെയ്യണ്ടോ? അപ്പൊ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? ഓപ്ഷൻ ഡി ആണ്. 3 കാര്യങ്ങളും ശരിയാണ്. ഞാൻ ഈ ചോദ്യങ്ങളിൽ കൂടുതൽ 3 കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫാക്ട് നമുക്ക് കിട്ടിയല്ലോ എന്നാലോചിച്ചിട്ട് കൂടിയാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഇതിലെ 3 കറക്റ്റ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ 3 കാര്യം പഠിച്ചു അല്ലെ. ചിത്തിര തിരുനാളാണ് ഈ ഒരു പ്രൊക്ലമേഷൻ പുറപ്പെടുവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അടുത്തത്, ആധുനിക ലോകത്തെ ഒരു അത്ഭുതം എന്ന് ഗാന്ധിജി ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. അടുത്തത്, 1936 നവംബർ 12 വിളംബരം പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഫാക്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചു. ഇതും എന്ത് തന്നെയാണ്? 3 ഫാക്ടുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. ഓക്കെ, അപ്പോ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഫാക്ടുകൾ നമ്മൾ അറിയണം. ഇനി നമ്മുടെ സിലബസിലേക്ക് നമ്മൾ മുൻപിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് റോൾ ഓഫ് പ്രസ് ഇൻ റെനൈസൻസ്. റെനൈസൻസിലെ അല്ലെങ്കിൽ നവോത്ഥാനത്തിലെ പ്രസിന്റെ പങ്ക് എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ പങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ അവേക്കനിങ് പോലെ തന്നെ നമ്മുടെ ഫാക്ടുകൾ കിട്ടാൻ ഒത്തിരി പാടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. കാരണം കുറെ പ്രാചീനമായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡാറ്റ കണ്ടുപിടിക്കാൻ പാടുപെടുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ക്ലാസ്സിനകത്ത് നമ്മൾ ഓരോ പത്രത്തെ കുറിച്ചിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ പത്രങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ പത്രങ്ങളുടെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവര് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിനകത്ത്. ഏതൊക്കെയാണ്? മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാഭൂഷണി, പിന്നെ മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അല്ലവീൻ, പ്രഭാതം, യുക്തിവാദി, ദീപിക, നസ്രാണി ദീപിക. ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കേണ്ട പേപ്പറുകളാണ് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ ഓൾ ആണോ, നേരത്തെ ചോദ്യത്തിന്റെ ആണോ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 3 കറക്റ്റ്, 1, 2, 3 അതിന്റെ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നീങ്ങാം അല്ലെ. അപ്പൊ എന്താണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്? വിച്ച് ബ്രിട്ടീഷ് റെഗുലേഷൻ ഓൺ പ്രിന്റ് മീഡിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി and imposed pre-censorship on newspapers. ന്യൂസ് പേപ്പറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ന്യൂസ് പേപ്പറിന്റെ ഒരു ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മൾ പഠിക്കണം നോക്കുന്ന സമയത്ത്? ഒന്നാമത്, അന്നത്തെ സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ ഈ ഒരു അഭിപ്രായത്തിലും അവരുടെ ഈ ഉച്ചനീചിതങ്ങളിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ കാരണമുണ്ട് ചിതറിക്കിടന്ന ഒരു സമൂഹമായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അന്നൊരു കോമൺ എനിമി ഉണ്ടായിരുന്നു, നമ്മളെ കോളനൈസ് ചെയ്ത് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാര്. ഇവരെ പുറത്താക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ ചേരിപോര് നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല.
അതുകൊണ്ട് സാമൂഹികപരമായിട്ടുള്ള ഒരു റിണൈസൻസും എല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളൊരു സംഭവവും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതാണ് അന്ന് കാലത്തെ നവോത്ഥാനവും സ്വാതന്ത്ര്യവും നമുക്ക് ഒരു കുടക്കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം, ഒരു നുകത്തി കെട്ടാൻ പറ്റണ രണ്ട് ടോപ്പിക്കുകളാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, ഈ പറയുന്ന ഒരു സംഭവത്തെ, സാമൂഹികപരമായിട്ടുള്ള ഈ റിണൈസൻസിനെ അല്ലെങ്കിൽ നവോത്ഥാനത്തെ അന്നത്തെ പത്രമാധ്യമങ്ങൾ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ, സ്വാതന്ത്ര്യം അന്ന് നമ്മളെ അടക്കി ഭരിക്കുകയാണ്, നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല, ബ്രിട്ടീഷുകാർ ഇവിടുത്തെ എക്കണോമി മൊത്തം അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങള് ആളുകളിൽ അവബോധം ഉണ്ടാക്കിയാലേ ആൾക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരാനുള്ള ഇതുണ്ടാവുള്ളൂ അല്ലെ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകളെ, അവബോധങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ നടന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രമാധ്യമങ്ങളെ അപ്പൊ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാര് എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഒരു ഭീഷണിയായിട്ട് തന്നെയായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അവരുടെ അന്നത്തെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണിത്. അവർക്ക് ജനങ്ങൾക്ക് അവരെ കൊളനൈസ് ചെയ്യുകയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ, ഇക്കണ്ട പോപ്പുലേഷൻ ഉള്ള ജനങ്ങൾ മൊത്തം സംഘടിച്ച് അവർക്കെതിരെ പോരാടി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ഇറങ്ങിയ ഒട്ടുമിക്ക പത്രമാധ്യമങ്ങളെയും അടിച്ചമർത്താനുള്ള നിയമങ്ങള് അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത്തരത്തിൽ അവർ പാസ്സാക്കിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് പത്രങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രീ സെൻസർഷിപ്പ്. ഇത് നടപ്പിലാക്കുന്നത് ലോർഡ് വെല്ലസ്ലി പ്രഭുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പത്രം നിങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു സെൻസർഷിപ്പ് കഴിയണം എന്നുള്ളതാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിനെതിരെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാലോ. ഇന്നത്തെ സിനിമകൾ സെൻസർഷിപ്പിന് പോകുന്നത് പോലെ അന്ന് പത്രങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, സെൻസർഷിപ്പ് ചെയ്യണം എന്നൊരു നിയമം പാസാക്കി. ആ നിയമം ഈ താഴെ പറയുന്നതിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണിത് എന്ന് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇത്തിരി റയറായിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഇതൊക്കെ. ഉത്തരം എന്താണ്? ബി ആണ്, സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് 1799 എന്നുള്ളതാണ്. ഈ ഉത്തരത്തിലേക്ക് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന നിയമം പഠിച്ചാൽ നമുക്ക് എത്താം. അല്ലെങ്കിൽ ലോർഡ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക്, എങ്ങനെയെങ്കിലും നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ പഠിക്കണമെന്നും, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കും കൂടെ ഉൾപ്പെടുത്തണമെന്നും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്, ഓപ്ഷൻ ഡി കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. ഓപ്ഷൻ ഡി അല്ല കേട്ടോ, ഓപ്ഷൻ ബി ആണ്, സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ആണ് 1799. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രസ്? ഇന്ത്യൻ പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിന്റെ പിതാവാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പത്രത്തിന്റെ പിതാവ്, പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, പത്രത്തിന്റെ വന്ധ്യവയോധികൻ, ഇങ്ങനെ കുറെ ഫാക്ടുകൾ നമുക്കുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിന്റെ പിതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഉത്തരം പോരട്ടെ. യെസ്, കിട്ടുന്നുണ്ട് അല്ലെ. എളുപ്പമുള്ളൊരു ഭാഗമാണത്. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഭാഗങ്ങളിലെ ടോപ്പിക്ക് വരുന്നുണ്ട്. നമുക്ക് CMS പ്രസ്സും ഒക്കെ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മുടെ പത്രമാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടോപ്പിക് ഉണ്ട്, അത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവുകയാണ്. ഇവിടെ ആൻസർ ഉണ്ടല്ലോ. ഓക്കെ, എന്താണ്? വാട്ട് വാസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് രാജ്യസമാചാരം, ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള? കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള രാജ്യസമാചാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രങ്ങളെ ബ്രിട്ടീഷുകാർ ഒരു ഭീഷണിയായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. അന്നത്തെ മിഷണറീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, മതത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കേരളത്തിൽ അന്ന് അച്ചടിച്ചു വന്നിരുന്ന പല പത്രങ്ങളും ആദ്യകാലത്തില് അവരുടെ മതത്തെ
അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചവയുണ്ട്. അത്തരത്തിൽ ആരംഭിച്ച ഒരു പത്രമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യ സമാചാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ്, ഓപ്ഷൻ ബി ആണ്. ഇവിടെ ആൻസർ ഉണ്ട്, കിട്ടിയിട്ടുണ്ടാവും, സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്തതിലേക്ക് നമുക്ക് കിടക്കുകയാണ്. വിച്ച് ന്യൂസ് പേപ്പർ സപ്പോർട്ടഡ് ദ സ്ലോഗൻ ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് ആൻഡ് വാസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് റീജിയണൽ ന്യൂസ് പേപ്പർ ഓഫ് കേരള? തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ലോഗൻ നമ്മൾ നേരത്തെ കേട്ടൂലേ? എവിടെ നമ്മൾ കേട്ടത്? മലയാളി കുറെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പറഞ്ഞു. മലയാളി ടീച്ചറെ വോയിസ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു എന്താണ് ആയിട്ടുള്ള എന്തെങ്കിലും ടീച്ചറെ പറയുന്ന കേൾക്കാവോ? ഞാൻ പറയുന്ന കേൾക്കാവോ ടീച്ചറെ? എങ്കിൽ ടീച്ചറെ മൈക്ക് നല്ല ഇതുണ്ട് കേട്ടോ. ഒരു കേൾക്കുന്നില്ല, ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കുന്നില്ല, ഫുള്ള് വിട്ടാ കേൾക്കുന്നത്.
കേൾക്കുന്നില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. ടീച്ചറെ ലെഫ്റ്റ് അടിച്ചിട്ട് ഇപ്പൊ കയറും കേട്ടോ. ഇങ്ങനെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അല്ലേ? നല്ല ക്ലാസ് ആയിനി. ഇപ്പൊ കേൾക്കണില്ല. Hello. ഋതു ടീച്ചറെ കേൾക്കുന്നുണ്ടോ? കേൾക്കണില്ല. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇപ്പൊ വോയിസ് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ.